ദൈവത്തിന് മഹത്വം. ഇമ്മാനുവേൽ മിഷൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് അല്പസമയം ദൈവ വചനം ശ്രവിക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കണമേ എന്നുള്ളതാണ്. ഈ ഒരു വേദഭാഗം പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പറയപ്പെട്ട പ്രത്യേക വേദഭാഗം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന പ്രസിദ്ധമായ തൻ്റെ ആ പ്രസംഗത്തിൽ ആണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ ഗിരിപ്രഭാഷണങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ പ്രകടന പത്രികയാണ് ഈ പറയപ്പെട്ട വേദഭാഗങ്ങൾ. ലോക നേതാക്കളും സാഹിത്യകാരന്മാരും ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവർ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം എന്നുള്ളത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാരെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പറഞ്ഞു വരുന്ന വേദഭാഗത്താണ് നമ്മൾ വായിച്ചതായ ഈ വേദഭാഗം ഉൾക്കൊള്ളുന്നത്. നമുക്ക് ആ വേദഭാഗത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുവാൻ കഴിയണമെങ്കിൽ അതിൻ്റെ മുമ്പും പിമ്പിലുമുള്ള വേദഭാഗങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമാകൊണ്ട് ആ ഭാഗം കൂടെ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഈ പ്രത്യേക വേദഭാഗം നമുക്ക് സുവിശേഷങ്ങളിൽ 2 ഭാഗത്ത് വ്യത്യസ്ത നിലകളിൽ ഈ ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല ക്രിസ്തീയ സഭാവിഭാഗങ്ങളും ഈ ഒരു പ്രാർത്ഥന അത് മനപ്പാഠം ഉരുവിടാറുണ്ട്. എന്നാൽ നാം കൂലങ്കുഷമായി ഈ വേദഭാഗത്തെ പഠിക്കുമ്പോൾ ഇതങ്ങനെ ഉരുവിടാനാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത്, കർത്താവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ 2 വേദഭാഗത്തും പറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ അത് ഒരുപോലെ അത് നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു. ഇവിടെ ശിഷ്യന്മാര് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അതിന് മറുപടി ആയിട്ടാണ് കർത്താവ് ഇതവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് പ്രത്യേകം പറഞ്ഞു, പ്രാർത്ഥന ഒരിക്കലും അത് ജൽപ്പനമാകരുത് എന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൂഹത്തിലും ദൈവത്തിൻ്റെ അനിവാര്യമായ ഭരണവും നിയന്ത്രണവും ഉണ്ടാകുവാനുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കർത്താവ് പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അല്ലാതെ അർത്ഥമില്ലാത്ത ഒരു ജൽപ്പനമല്ല യഥാർത്ഥ പ്രാർത്ഥന എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ മാത്രമല്ല, അവനായിരിക്കുന്ന സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശക്തിയുള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. പുതിയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന
ഏതെങ്കിലും ഒരു പ്രസ്താവനയ്ക്ക് അല്ലോ പ്രാർത്ഥനയ്ക്ക് മുമ്പോ പിമ്പോ ഈ പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് എവിടെയും വായിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല ആദിമ സഭകളിൽ ഈ പ്രാർത്ഥന ഇങ്ങനെ ഉരുവിട്ടതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ഒരു മാതൃകയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രാർത്ഥനയെ നമുക്ക് രണ്ടായിട്ട് വിഭാഗിക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ. ഇതിന്റെ ഒന്നാം ഭാഗം അത് ദൈവത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിന്റെ രണ്ടാം ഭാഗത്തിൽ 3 ഘടകങ്ങളുള്ള രണ്ടാം ഭാഗം ഇപ്രകാരമാണ്: അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തരുതേ. ഈ രണ്ടാം ഭാഗം നമ്മുടെ ഓരോരുത്തരെയും ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എപ്പോഴെല്ലാം ഒരു ഭക്തൻ പ്രാർത്ഥനയ്ക്കായിട്ട് മുഴങ്കാൽ മടക്കുന്നുവോ ആ സന്ദർഭങ്ങളിലെല്ലാം സ്തോത്രത്തോടും ആരാധനയോടും ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ആഴമായ ഒരു ഉൾക്കാഴ്ചയോടെ വേണം പ്രാർത്ഥന ആരംഭിക്കാൻ എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇവിടെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന്റെ ജീവശ്വാസമാണ്. യേശു മനുഷ്യനായി ലോകത്തിൽ മാനവരാശിയെ രക്ഷിപ്പാൻ ഇറങ്ങി വന്നപ്പോൾ അവൻ ദൈവപുത്രനായിരുന്നിട്ട് പോലും തൻ്റെ പിതാവിന്റെ ഹിതം നിറവേറ്റേണ്ടതിനായി മണിക്കൂറുകൾ രാവും പകലും താൻ പ്രാർത്ഥനയിൽ വേറിട്ട് തൻ്റെ പിതാവുമായിട്ട് സമയം ചെലവഴിച്ചിരുന്നതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു സത്യം മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ യേശു ക്രിസ്തു, തങ്ങളുടെ ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ 12 ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിന്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ യേശു ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ പ്രാർത്ഥനയുടെ ആവശ്യം മനസ്സിലാക്കി ശിഷ്യന്മാർ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ യേശു അതിയായി കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. മാത്രമല്ല അവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം: ഒരു നല്ല മാതൃക കാണിച്ചാൽ അതിന്റെ ശക്തി എന്താണെന്ന് യേശു നന്നായി അറിഞ്ഞിരുന്നത് കൊണ്ടാണ് യേശു ഒരിക്കലും അവരോട് പ്രാർത്ഥിക്കുവാൻ പറയാതെ ആവശ്യപ്പെടാതെ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ യേശുവിന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഒരു ശിഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്. ഒരിക്കലും ആ ശിഷ്യന്മാര് ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെടുന്നില്ല. അത്ഭുതങ്ങൾ കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് അവരാവശ്യപ്പെടുന്നില്ല. കാരണം അവർ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവനിലൂടെ ഇതെല്ലാം സംഭവിക്കും എന്നുള്ള യാഥാർത്ഥ്യം അവര് തിരിച്ചറിയുവാനായിട്ടിടയായി തീർന്നു. മാത്രമല്ല നാം ശിഷ്യന്മാരെ പരിശോധിക്കുമ്പോൾ അതുവരെ അവരാരും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് അവര് അറിയപ്പെട്ടിരുന്നില്ല. മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രാധാന്യമേറിയ സമയത്ത് യേശു അവരോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവര് ഉറങ്ങിപ്പോകാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് ഇനി പ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്: സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ പിതാവേ. അവിടെ നമുക്കൊരു റിലേഷൻഷിപ്പ് കാണുവാനായിട്ടിടയായി തീരും. മാത്രമല്ല ആ ഒരു പദത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ഒരു യഥാർത്ഥ ശിഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അതിനൊരു പിതൃത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, പാപമോചനം പ്രാപിച്ച് ദൈവവുമായി സജീവ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതൽ അവന്റെ പ്രാർത്ഥനാ മുറിയിലോ പ്രാർത്ഥനാ ആലയത്തിലോ കടന്നു വന്ന തന്റെ മുഴങ്കാലുകൾ മടക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ ആ പ്രാർത്ഥനാ മുറിയിലോ പ്രാർത്ഥനാ ആലയത്തിലോ വിലയം പ്രാപിച്ചില്ലാതെയായി തീരുന്നതല്ല. പ്രത്യുത നമുക്ക് കാണുവാൻ സാധിക്കും ആ സ്വർഗസിംഹാസനത്തിൽ നിന്ന്
ദൈവത്തിന്റെ വിശുദ്ധന്മാർ അവർ ആ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപകലശം സ്വീകരിക്കുവാൻ ഇറങ്ങി വന്ന് അത് ആ ധൂപകലശത്തിൽ സ്വീകരിച്ച് ഈ ആകാശ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ അതിനെ സ്പർശിക്കാതെ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ അത് സുരക്ഷിതമായി കൊണ്ട് എത്തിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് അവന്റെ അന്തരാത്മാവിൽ ഒരു സാഫല്യമുണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. എൻ്റെ സ്വർഗീയ പിതാവിന്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ പ്രാർത്ഥന പിതാവിന്റെ സന്നിധിയിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തക്ക സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി എന്നിലേക്ക് വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം യഥാർത്ഥമായ ഒരു ഭക്തന് കാണുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അപ്പാ പിതാവേ എന്ന് വിളിച്ച് അവന്റെ അടുക്കിലേക്ക് ചെല്ലത്തക്കവണ്ണം ഒരു പുത്ര സ്വീകാര്യം നമുക്കുള്ളത് കൊണ്ട് ലജ്ജയോ ഭയമോ കൂടാതെ ഒരു വലിയ ആത്മബന്ധത്തോടെ പിതാവുമായ അടുപ്പത്തോടെ നമുക്ക് സ്വർഗത്തിലെ പിതാവിന്റെ അടുക്കിലേക്ക് പ്രാർത്ഥനയിലൂടെ അടുത്തു ചെല്ലുവാനായിട്ട് കഴിയും. രണ്ടാമത് നമുക്ക് ആ പ്രാർത്ഥനയിൽ കാണുവാൻ കഴിയുന്ന കാര്യം എങ്ങനെയാണ്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു പ്രാധാന്യമുണ്ട്, പ്രാമുഖ്യമുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, പിതാവിന്റെ മക്കളായി തീർന്നവൾ അപ്പന്റെ വിശുദ്ധി പ്രാപിക്കണം എന്നുള്ള സത്യമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോഴല്ല ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ അതിഭയങ്കരനാണ്. മാത്രമല്ല, നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലേക്ക് ആ ദൈവത്തിന്റെ വിശുദ്ധി കടന്നു വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, പിതാവെന്ന നിലയിൽ നമ്മോട് അടുത്തിരിക്കുമ്പോൾ അവനോടുള്ള ബഹുമാനം ഒരിക്കലും കുറച്ച് കാണുവാനായിട്ടിടയായിത്തീരരുത്. ഇപ്രകാരം ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, ഫെമിലിയാരിറ്റി ക്രിയേറ്റ്സ് കണ്ടംപ്റ്റ്. നാം ദൈവത്തോട് ആദ്യ സമയങ്ങളൊക്കെ അടുത്തു ചെല്ലുമ്പോൾ വളരെ ഭയഭക്തി, ബഹുമാനം, ആദരവോടും ആരാധനയോടും നാം ദൈവത്തിന്റെ സന്നിധാനത്തെങ്കിലേക്ക് അടുത്തു ചെല്ലും. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ കൂടുതൽ അടുപ്പം പുച്ഛമുളവാക്കുന്നു എന്ന ലോക തത്വപ്രകാരം പലപ്പോഴും ദൈവിക കാര്യങ്ങളിൽ അലക്ഷ്യമായിട്ട് നാം ഇടപെടുവാനായിട്ടിടയായിട്ടിരുന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അവൻ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമാണെന്ന് ഗ്രഹിച്ച് യെശയ്യാവ് ആരാധിച്ചതുപോലെ നാമും ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന പിതാവും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരുന്നവനെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ ആദ്യത്തെ ആവശ്യം എന്നുള്ളത് അത് നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ അവന്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ് നാമും അവന്റെ വിശുദ്ധിയിൽ വളർന്നു വരുവാനായിട്ടിടയായിത്തീരണം. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് നമുക്കവിടെ ആ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നാൽ ദൈവത്തെ അവൻ പറയുന്നത് അംഗീകരിക്കുവാനും അനുസരിക്കുവാനുമുള്ള നമ്മുടെ ഒരുക്കത്തെയാണ് അത് കാണിക്കുന്നത്. പ്രിയമുള്ളതിന്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇപ്രകാരമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യപരിപാടിയുണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലുമായി തീരണമേ എന്ന് പറഞ്ഞാൽ എന്നിലായിത്തീരണമേ, ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ആയിത്തീരണമേ എന്നാണ്. എന്താണത് അർത്ഥമാക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടതിനായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. മാത്രമല്ല, ദൈവത്തിനെതിരെ കടുത്ത മത്സരമുള്ള ഒരു ലോകത്തിലാണ് ഓരോ ദൈവ പൈതലും ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മിലേക്ക് ദൈവത്തിന്റെ പരമാധികാരവും ദൈവത്തിന്റെ ഭരണവും ദൈവത്തിന്റെ രാജ്യവും വരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. യേശുവിനെ ഒരു നല്ല ഡോക്ടറായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവൻ തീർച്ചയായിട്ടും പരമവൈദ്യനാണ്, ആ വൈദ്യന്മാരുടെ വൈദ്യനാണ്. അവൻ നമ്മുടെ കുടുംബ വൈദ്യനാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നല്ലൊരു ബാങ്കറായിട്ട് ദൈവം നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ അവൻ മതിയായവനാണ്.
പലവിധത്തിലുള്ള ഭാരങ്ങളിൽ നാം ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരു രക്ഷകനായിട്ട് വിടുവിക്കുന്നവനായിട്ട് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനേക്കാൾ എല്ലാം വലിയൊരു ബന്ധം നമുക്ക് ആവശ്യമാണ്, ദൈവത്തെ നമ്മുടെ രാജാവായി കാണുവാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭരണം നടത്തുന്ന രാജാതിരാജാവായി കാണുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇനി അത് അപ്പോൾ ആദ്യത്തെ 3 ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി അതിന്റെ അടുത്ത 3 ഭാഗങ്ങൾ ഇങ്ങനെയാണല്ലോ. അത് ഞങ്ങളുടെ അന്നുള്ള ഇന്ന് ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ കരുതലിനെയും നമ്മുടെ ആവശ്യങ്ങളുള്ള ദൈവിക ലഭ്യതയാണ് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അന്നുള്ള ആഹാരം അത് ശരീരത്തിന്റെ ആവശ്യമാണ്. മാത്രമല്ല അടുത്തതായിട്ട് ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, അത് നമ്മുടെ ആത്മീക ആവശ്യത്തെ കാണിക്കുന്നതാണ്. മാത്രമല്ല പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തരുതേ എന്നുള്ളത് നമ്മുടെ ദേഹിയെ സംബന്ധിച്ചുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ പ്രാർത്ഥന ദേഹം, ദേഹി, ആത്മാവിനെ അത് ബന്ധപ്പെടുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. പ്രിയമുള്ളവരെ, അന്നുള്ള ആഹാരം ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് അന്വർത്ഥമാണോ എന്നുള്ള ചിന്ത നമുക്ക് വന്നേക്കാം. കാരണം പലപ്പോഴും നമ്മുടെ ഫ്രിഡ്ജില്, ഫ്രീസറിൽ ഒരു ദിവസത്തേക്ക്, 2 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം നാം കരുതി വെച്ചിട്ടുണ്ടാകാം. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമുക്ക് വിഭവങ്ങളുടെ സമൃദ്ധി എത്ര തന്നിട്ടുണ്ടെങ്കിലും അതിലൊരു യൂണിറ്റ് പോലും ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ നാം അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവം നമുക്ക് നൽകി തന്ന സകല നന്മകളിലുടെയും കാര്യവിചാരകത്വത്തെ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല നാം ദൈവത്തോട് ചോദിക്കാതെ അനുഭവിച്ചാല് ചെറിയ ചെറിയ ആവശ്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ മാനേജ് ചെയ്തോളാം, എന്നാൽ എന്നെ കഴിയാത്ത വലിയ കാര്യങ്ങൾ വരുമ്പോൾ അവിടുന്ന് ഇടപെട്ടാൽ മതി എന്ന വാക്കും ഭാഷണവും കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത നമ്മിൽ വന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിഗളവും അഹങ്കാരം വന്ന് നമ്മിൽ തന്നെ നാം സ്വയം പര്യാപ്തരായി തീർന്ന് ദൈവ കരുതലിന്റെയും ദൈവ സാന്നിധ്യത്തിന്റെയും വെളിയിലേക്ക് പലപ്പോഴും നാം ചെന്നെത്തുവാനായിട്ട് അത് കാരണമായി തീരും. അതുകൊണ്ട് അടുത്തതായിട്ട് അതിന്റെ 5ാമത്തെ ഭാഗം അവിടെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നിത്യ ശിക്ഷാവിധിയിൽ നാം വിടുതൽ പ്രാപിച്ചവരാണ്. പക്ഷേ ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. പാപത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചാൽ അവൻ പറയും, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം ഭക്ഷണമാണ്, വസ്ത്രമാണ്, പാർപ്പിടമാണ്. എന്നാൽ ആത്മീക ദൃഷ്ടികൾ പ്രകാശിക്കപ്പെട്ട ഒരു ദൈവത്തിനറിയാം, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ പാപത്തിനുള്ള പരിഹാരമാണ്. അത് നമുക്ക് നൽകി തരേണ്ടതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഒരു മനുഷ്യനായി ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുന്നമേ ഭൂമിയിൽ അവതരിച്ചു. ആ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് സമ്പൂർണമായി വിടുതലുണ്ട്. നമുക്ക് പാപമോചനമുണ്ട്, നിത്യമായ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ദൈവകൃപയുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ കൂടെ എല്ലാ ലജ്ജാഭാരവും കുറ്റബോധവും ഇല്ലാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നാം യേശു ക്രിസ്തുവിൽ കൂടെ പാപക്ഷമ പ്രാപിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നാം മറ്റുള്ളവരോടും ക്ഷമിച്ചേ മതിയാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, യേശു നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു സ്നേഹ സാമ്രാജ്യത്തിലേക്കാണ്. അതുകൊണ്ട് ആ സ്നേഹ സാമ്രാജ്യത്തിൽ ഷോർട്ട് കട്ട് ഉണ്ടാകാതെ നാം സൂക്ഷിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നാം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു സാങ്കല്പികമായ ജയിൽ നിർമ്മിച്ച് നമ്മുടെ സ്നേഹിതയെ, മാതാവിനെ, പിതാവിനെ, അല്ലെങ്കിൽ അമ്മായപ്പനെ, അമ്മായിയമ്മയോ, അല്ലെ പാസ്റ്ററെയോ, വിശ്വാസികളെയോ ആരെയെങ്കിലും അകാരണമായിട്ടോ കാരണമായിട്ടോ നമ്മുടെ ഹൃദയത്തിൽ നാം ക്ഷമിക്കാതെ നമ്മുടെ ഹൃദയത്തിന്റെ ജയിലിൽ, സാങ്കല്പിക ജയിലിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഇന്ന് അവരെ സ്വതന്ത്രമാക്കി വിടണം. എന്ന് പറഞ്ഞാൽ നാം യേശു ക്രിസ്തു എന്ന പാപക്ഷമ പ്രാപിച്ച നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, ആ ക്ഷമിക്കാത്ത ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാപത്തെയും ദൈവം ക്ഷമിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള പാപമോചനവും നിത്യരക്ഷവും പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിത്യമായ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉടമയായി ഒരു ക്രിസ്തു ശിഷ്യനായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എൻ്റെ ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവശക്തനാകുന്ന ദൈവം
കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, മാത്രമല്ല ഇതിന് അവസരമൊരുക്കി തന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യുമാറാകട്ടെ.